ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉഷ ജാനോമിൻ്റെ ഒരു സീവിങ് മെഷീൻ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോബനിൽ ത്രെഡ് വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് എല്ലാ ബോബനിലും ഇതേപോലെ ഹോൾസ് കാണും. അപ്പോൾ ആ ഹോളിലൂടെ ഇതുപോലെ ത്രെഡൊന്ന് കയറ്റിയ ശേഷം 2-3 പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ഈ ബോബൻ വൈൻഡറിനകത്തേക്ക് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂൾ പിൻ ഒന്ന് ഉയർത്തിയ ശേഷം നമ്മുടെ ത്രെഡില്ലേ, ഈ ത്രെഡ് അതിലേക്കും വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ബോബൻ വൈൻഡറിനകത്തിലേക്ക് ഈ ബോബൻ ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ത്രെഡ് ചുറ്റിയ ശേഷം വെച്ച് കൊടുക്കാം. എന്നിട്ട് നൂലിങ്ങനെ വലിച്ചിട്ട് ബോബൻ വൈൻഡർ ത്രെഡ്, അതായത് ഗൈഡിനകത്തേക്ക് ഈ ത്രെഡ് ഗൈഡിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹാൻഡ് വീല് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തള്ളുക. എന്നിട്ടേ നമ്മൾ ബോബനിൽ വൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡായി പോകും. അപ്പോൾ ഇതുപോലെ വീല് പുറത്തേക്ക് വലിച്ച ശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് പവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേബിള് മെഷീനിൽ കൊടുത്തതിന് ശേഷം ഈ ഒരു മോട്ടറിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വൈൻഡർ കറങ്ങും. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഫുള്ള് കറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ വൈൻഡറിൻ്റെ ഇപ്പുറത്തായിട്ട്, അത് സ്റ്റോപ്പറാണ്. ഇത് ഫുള്ള് ബോബനിൽ ത്രെഡ് ചുറ്റി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രോസസ്സിങ് അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വൈൻഡിങ് അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബോബനിലേക്ക് ത്രെഡ് നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങോട്ടൊന്ന് നീക്കിയതിന് ശേഷം, ആ വൈൻഡർ ഒന്ന് നീക്കിയതിന് ശേഷം നമുക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ത്രെഡ് ഈ മെഷീനിൽ ഇടുന്നതെന്നുള്ളത്. നമ്മളിപ്പം ബോബൻ വൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഹാൻഡ് വീല് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചല്ലോ, അത് തള്ളി അകത്തേക്ക് തന്നെ വെച്ചതിന് ശേഷം അതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നമ്മൾ ത്രെഡ് ഇങ്ങനെ കൊണ്ടുവരിക. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ദേ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ രീതിക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. കണ്ടോ, ദേ ഇങ്ങനെ ത്രെഡ് എടുക്കുക. ഈ ഒരു ത്രെഡ് ഗൈഡിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരിക. ഈ ഒരു ഗ്യാപ്പിലൂടെ ത്രെഡ് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ത്രെഡ് ടേക്കപ്പ് ലിവറിലേക്ക് നമുക്ക് ത്രെഡ് കടത്തിയിട്ട് അത് നേരെ ഈ ഗ്യാപ്പിലൂടെ വന്നതിന് ശേഷം താഴെ വന്ന് ഇതിനിടയിലൂടെ ത്രെഡ് എടുത്ത ശേഷം നമുക്ക് ഈ ത്രെഡ് ഗൈഡിലേക്ക് കടത്തി വിട്ട് നമുക്ക് ത്രെഡ് ഇങ്ങനെ നീഡിലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മൾ കോർക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ത്രെഡറുണ്ട്. അത് നമുക്ക് താഴേക്കൊന്ന് താഴ്ത്തിയ ശേഷം നമുക്ക് ഒരു കുഞ്ഞ് സൂചി പോലത്തെ ഒരു ത്രെഡറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ത്രെഡ് ഇങ്ങനെ ഈ ഒരു രീതിക്ക് കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് നീഡിൽ ത്രെഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. ഇതേപോലെ താഴ്ത്തിയിട്ട് ഈ ഒരു ത്രെഡ് ഇങ്ങനെ കൊണ്ടുവരിക. ഈ ത്രെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ വിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഉയരുന്ന കൂട്ടത്തിൽ നമുക്ക് ത്രെഡ് നീഡിൽ കയറ്റി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ബോബൻ കേസിനകത്ത് സാധാരണ എല്ലാ മെഷീനും ഇടുന്നത് പോലെ തന്നെ ഇതേപോലെ ഇട്ട ശേഷം നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് ഒന്ന് ഊരി മാറ്റാം. എന്നിട്ട് ബോബൻ കേസ് നമുക്കിതിലേക്ക് സാധാരണ നമ്മൾ എല്ലാ മെഷീനും ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇനി മറ്റേ ആ സ്റ്റോറേജ് സ്പേസ് നമുക്ക്, അതായത് ഒരു എക്സ്റ്റൻഷൻ ടേബിള് നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് ഫൂട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പം ഇത് നോർമൽ സ്റ്റിച്ചിനും അതുപോലെ തന്നെ സിക്സാഗ് സ്റ്റിച്ചിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫൂട്ടാണ്.
അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒരു നമ്മുടെ നീഡിൽ ഇറങ്ങുന്ന ഒരു ഹോളുണ്ട്. ആ ഒരു ഭാഗവും നമ്മുടെ ഫൂട്ടിൻ്റെ ഹോളും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെയാണ് പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ ഉള്ളത്. അത് നമുക്ക് ജസ്റ്റ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിക്കേ, ഇപ്പോൾ അത് നമുക്ക് ഫൂട്ട് അതിൽ ഫിറ്റായി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്റ്റിച്ചിങ് ആണോ വേണ്ടത്, ABCD അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എയും ബിയും നമുക്ക് നോർമൽ സ്റ്റിച്ചിങ് തന്നെയാണ്, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് തന്നെയാണ്. ബാക്കി നമ്പേഴ്സൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സെലക്ടർ A കൊടുത്തിട്ട് ഈ ഒരു ലെങ്ത്, സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള ലെങ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ ഫൂട്ട് ഒന്ന് താഴ്ത്തിയ ശേഷം നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണോ, എല്ലാ സ്റ്റിച്ചിനും അതേപോലെ തന്നെ ലെങ്ത് എത്രയാണോ വേണ്ടത് നമുക്കിത് എങ്ങനെ കൂട്ടിയായാലും കുറച്ചായാലും ഒക്കെ 1 2 3 4 എന്ന് പറയുമ്പോഴത്തേക്കും 4ലേക്കൊക്കെ വരുമ്പോൾ നല്ല ലെങ്ത് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ സാധാരണ ഒരു 3ലൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സ്റ്റിച്ചാണ് കിട്ടുന്നത്. പിന്നെ കുറച്ച് അകന്നുള്ള സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്കിതേ കണ്ടോ, ഞാൻ കൂട്ടിക്കൊടുത്തതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഏത് പാറ്റേൺ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേൺ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ എയും ബിയും നോർമൽ സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിക്സാഗ് സ്റ്റിച്ചാണ് ഈ സിയിൽ കിടക്കുന്നത്. അതിൻ്റെ ഒരു ലെങ്താണ് ആ കുറഞ്ഞ് വന്നിട്ട് കൂടി വന്നില്ലേ, ആ സിയുടെ ഭാഗത്തേക്ക് കൂടി വന്നത്. നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത്, അതായത് വീതി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ലെങ്ത് കൂട്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അകലം, നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകലമാണ് ഇതിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ചിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സിയിലിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ, ആ സിയുടെ സൈഡിലേക്ക് നീക്കുമ്പോൾ വീതി കുറച്ച് കൂടിയാണ് ആ സ്റ്റിച്ചിന് വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു സി നടുക്കായിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കണ്ടോ, ഈ ഒരു ലെങ്തിൽ കിട്ടും. നമുക്ക് ഇച്ചിരി കൂടെ വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. അകൽച്ചയും എല്ലാം അതായത് ലെങ്ത് നമ്മൾ 4ലൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഈ ഒരു ലെങ്തിൽ കിട്ടി. അതേപോലെ തന്നെ ഓരോ സ്റ്റിച്ചും നമുക്ക് ഇഷ്ടാനുസരണം ലെങ്ത് കൂട്ടിയും കുറച്ചും ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇത് പിന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ത്രെഡ് ടെൻഷൻ ഡയലാണ്. അത് നമുക്ക് ത്രെഡ് ഒന്ന് ടൈറ്റ് ആക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്പേഴ്സ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇനിയിപ്പോൾ നോക്കേണ്ടത് നോക്കാം. ഡിയുടെ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ സ്റ്റിച്ചിൻ്റെ പാറ്റേൺ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്നുള്ളത് ആ നമ്പർ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനോ ആപ്ലിക് വർക്ക് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം കണ്ടോ, ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഏത് സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ആണെങ്കിൽ എഫ് ആണെങ്കിൽ എഫ്, അതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു ഓറഞ്ച് കളറിൽ നമ്മൾ കാണുന്ന സ്റ്റിച്ച് എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ +SS എന്നും പറഞ്ഞു, SS മൈനസ് എന്നും പറഞ്ഞു ഒരു മോഡുണ്ട് നമ്മുടെ ലെങ്ത്തിൻ്റെ ആ ഒരു ഇതിൽ. അപ്പോൾ അത് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതേപോലെ ABCD ആ ഒരു നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ തൊട്ട് മേളിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഡബിൾ സ്റ്റിച്ചായിട്ട് വരും, ഇരട്ടിയായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടും. അതാണ് ആ ഒരു പാറ്റേൺ, അതായത് ആ ഓറഞ്ച് കളറിൽ, അതായത് +SS എന്ന മോഡ് ഇട്ട് കൊടുക്കണം. ലെങ്തിൽ ആ ഒരു മോഡ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ, നോർമൽ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ എയുടെയൊക്കെ ഡബിളായിട്ടുള്ള
സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. ഞാൻ എ മോഡിലാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. അതേ നോക്കിക്കേ, ഇതേപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ സ്റ്റിച്ചാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു മെഷീനിൽ ഈസി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കെട്ടിടുമല്ലോ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദേ ഈ ഒരു റിവേഴ്സ് സ്റ്റിച്ച് ബട്ടണിൽ നമ്മളൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ സ്റ്റിച്ച് പോകും. അത് കുറച്ചിങ്ങനെ തയ്ച്ച് വന്നതിന് ശേഷം നമുക്ക് റിവേഴ്സ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാണിച്ച പോലെ റിവേഴ്സ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ റിവേഴ്സിൽ പോയി അവിടെ നമുക്ക് ഊരിപ്പോവാതെ സ്റ്റിച്ചിങ്ങിനെ കെട്ട് വീണ് കിടക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഫൂട്ടിൻ്റെയൊക്കെ എക്സ്ട്രാ കിട്ടിയ ഫൂട്ടിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം. എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് വേറെ ഫുഡിനെയൊക്കെ പരിചയപ്പെടാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, വേറെ ഓരോരോ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോത്സാഹനം വേണം, കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.